ഓക്കെ, പ്രിയദർശിനി ബസ്സിനെ പറ്റി എന്താണ് അഭിപ്രായം? ആദ്യം തോന്നിയായിരുന്നു ഇതിന്റെ ആവശ്യമൊന്നുമില്ലാന്ന്. ഇപ്പൊ ഒരു 60 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മാത്രം കൊടുത്താൽ മതി എന്നുള്ള ഒരു രീതിയിൽ എനിക്ക് തോന്നി. പക്ഷെ പിന്നെ നമ്മൾ ആരെങ്കിലും അങ്ങനെ കൊടുക്കണമെങ്കിൽ ഇപ്പൊ അവര് ആധാർ കാർഡൊക്കെ ആയിട്ട് നടക്കട്ടെ. 60 വയസ്സായി എന്ന് തെളിയിക്കാനുള്ളൊരു സാധനം എപ്പോഴും കയ്യിൽ വേണമല്ലോ. അപ്പൊ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പ്രാക്ടിക്കലി പോസിബിൾ ആവുന്നത് ഇങ്ങനത്തെ കാര്യം. പിന്നെ നമുക്ക് ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ കൊടുക്കാമായിരുന്നു. അതൊരു നല്ലൊരു ഓപ്ഷൻ. ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയാം, ഇപ്പൊ പ്രായമുള്ളവരെന്നല്ല, ഒരു മറ്റേ നമ്മുടെ റേഷൻ കാർഡിന്റെ ഒക്കെ ഒരു വെച്ചിട്ട് ഏറ്റവും താഴെ ഉള്ളത്, അത് ഗേൾസ് മാത്രമല്ല, ഗേൾസും ബോയ്സും എല്ലാവരും. പക്ഷെ അത് എല്ലാത്തിനും നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു ഇതും കൊണ്ട് നടക്കണം. അല്ല, പക്ഷെ അതിൽ ഇതുണ്ട്. നമ്മളിപ്പോ മറ്റേ സ്കൂളിൽ പോകുന്ന കാലത്ത് ഒരു കാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ കാർഡ് ഉണ്ടെങ്കിലേ നമുക്ക് എസ് കിട്ടത്തുള്ളൂ. കാർഡില്ലെങ്കിൽ നമ്മൾ ഫുൾ പൈസ കൊടുക്കണം. ആ ഒരു സെയിം ഇത് അങ്ങനെ നടത്തിക്കൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും. ഏതായാലും ഇങ്ങനെ ഒരെണ്ണം കൊണ്ടുവന്നു, നമ്മൾ ഇതിനോട് സഹകരിക്കുന്നു. ഓക്കെ, കയറിയപ്പോൾ എന്താണ്, സന്തോഷമായിരുന്നോ അതോ വിഷമമായിരുന്നോ, എന്താണ്? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നാനുള്ള സമയം കിട്ടിയില്ല. കോളേജിൽ പോയിരുന്നു. അതായത് എത്ര രൂപ ടിക്കറ്റ് ആയിരുന്നു? 20. 20 rupees. അപ്പൊ മറ്റേ കോളേജിന്റെ മറ്റേതൊന്നും ഇല്ലായിരുന്നോ? ST ഒന്നുമില്ല. സാധാരണ ഞാൻ കാർഡായിരുന്നു, KSRTC കാർഡ് ഉണ്ടായിരുന്നു. കാർഡ് എടുക്കാൻ വേണ്ടി വന്നു. അങ്ങനെയാണ് നമ്മൾ ഓർക്കുന്ന പ്രിയദർശിനി. ഗൈസ്, ഇതാണ് പ്രിയദർശിനിയെ പറ്റിയുള്ള ജനതയുടെ നല്ല പ്രായമുണ്ടപ്പം.